നമസ്കാരം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തോറ്റ കഥ ഇങ്ങനെ തോറ്റംപാട്ട് പോലെ പാടി നടക്കുകയാണ് BJP. ജയവും തോൽവിയും ഒക്കെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് ഈ തോൽവികളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ ആവോ. എന്തായാലും തോറ്റന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തലയിൽ കെട്ടിവെച്ചിട്ടാണ് കേരളത്തിലെ മൊത്തം BJP-കാരുടെയും നടപ്പ്. തോൽവിയും വോട്ട് ചോർച്ചയും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന വികാരമാണ് മുതിർന്ന നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമുള്ളത്. സുരേന്ദ്രനെതിരെ ഇത്രയും കാലം ഒപ്പം നിന്ന വി മുരളീധരൻ പോലും രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ. വി മുരളീധരന് പുറമെ മുതിർന്ന നേതാവ് N ശിവരാജൻ ഉൾപ്പെടെയുള്ളവരും സുരേന്ദ്രനെ തള്ളിപ്പറയുകയും ചെയ്തു. പാലക്കാട്ടാവട്ടെ തോൽവിയുടെ ഉത്തരവാദിത്വം സുരേന്ദ്രനാണെന്ന് ഇവർ പറയുന്നു. തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ നേരത്തെ തന്നെ തലയിൽ ഏറ്റുവെച്ച സുരേന്ദ്രൻ ഇപ്പോൾ നൈസായിട്ട് പിൻവലിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ BJP-ക്കാർ മൊത്തം തനിക്ക് നേരെ തിരിയുന്നുവെന്ന് തോന്നിയപ്പോഴാണ് സുരേന്ദ്രൻ പിൻവലിയൽ തന്ത്രം കാണിച്ചു തുടങ്ങിയത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഉത്തരവാദിത്തം കുമ്മനം രാജശേഖരന്റേതാണെന്ന് വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ തുറന്നടിച്ചു. ഇതോടെ പാർട്ടിക്കുള്ളിലെ ഭിന്നത കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ താനല്ല തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിന് ചുമതലപ്പെടുത്തിയത് കുമ്മനം രാജശേഖരനായിരുന്നു. 3 പേരുകൾ അദ്ദേഹം നൽകി. എന്നാൽ 2 പേർ മത്സരിക്കാൻ തന്നെ തയ്യാറായില്ല. അത് കേന്ദ്രത്തെ അറിയിച്ചു. ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചത്. കൃഷ്ണകുമാർ അവസാന നിമിഷം വരെ മത്സരിക്കില്ലെന്ന് പറഞ്ഞുവെന്നും ഗത്യന്തരമില്ലാതെയാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രന് പറയേണ്ടി വന്നു. അതിനിടെ BJP നേതൃത്വത്തിനെതിരെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും രംഗത്ത് വന്നു. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പ്രമീള വിമർശിച്ചു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പോലെയാണ് BJP നേതൃത്വം ഇപ്പോൾ നഗരസഭയുടെ പെരുമാറുന്നതെന്ന രൂക്ഷ വിമർശനവും പ്രമീള ഉന്നയിച്ചു. BJPക്ക് വോട്ട് കുറഞ്ഞുവെന്നും ആരുടെയും ഔദാര്യം കൊണ്ടല്ല നഗരസഭയിൽ BJP ഭരണം നേടിയത് എന്നും N ശിവരാജൻ തുറന്നടിച്ചു. പാലക്കാട് പാർട്ടിയിലെ നേതാക്കൾക്ക് സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തിയാണ് ഈ പ്രതികരണങ്ങളിലൂടെ പുറത്തു വരുന്നത്. സന്ദീപ് വചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിമർശനങ്ങളും സുരേന്ദ്രൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാക്കണമെന്നാണ് വചസ്പതി പറഞ്ഞത്. സുരേന്ദ്രനെതിരെ സംസ്ഥാന കമ്മിറ്റി അംഗം CV സജനിയും രംഗത്തെത്തിയിരുന്നു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരും ജനങ്ങൾക്ക് താല്പര്യമുള്ളവരും സംഘടനയുടെ മുഖമാവണമെന്നും സംഘടന ആരുടെയും വഖഫ് പ്രോപ്പർട്ടി അല്ലെന്നും സജനി പറയുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജിവെക്കേണ്ടതില്ലെന്ന ന്യായീകരണത്തിന് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള മുൻ അധ്യക്ഷന്മാർക്കെതിരെ ഒളിയം വെയ്യാനും സുരേന്ദ്രൻ മറന്നില്ല. ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരിക്കുന്നത് ആദ്യമല്ലെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. വി മുരളീധരൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന പിറവം ഉപതെരഞ്ഞെടുപ്പിൽ 2000 വോട്ട് പോലും കിട്ടിയില്ല. CK പത്മനാഭൻ ഉൾപ്പെടെയുള്ളവരും തോൽവി ഉണ്ടായപ്പോൾ രാജിവെച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ പറയുന്നു. അതേസമയം നാളെ കൊച്ചിയിൽ തുടങ്ങുന്ന നേതൃയോഗത്തിൽ സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എതിർപക്ഷത്തെ കുമ്മനം രാജശേഖരൻ, MT രമേശ് തുടങ്ങിയവർ സുരേന്ദ്രനെതിരെ രംഗത്ത് വരും. ഇതിനു മുന്നോടിയായി സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധ അറിയിക്കുകയായിരുന്നു. കേന്ദ്രം അംഗീകരിക്കില്ലെന്ന് അറിഞ്ഞിട്ടും വിമർശനങ്ങൾക്ക് തടയിടാനും എതിർപക്ഷത്തിനെതിരെ അന്വേഷണം കൊണ്ടുവരാനുമാണ് സുരേന്ദ്രൻ രാജ്യസന്നദ്ധ അറിയിച്ചത്. സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ലെന്ന നിലപാട് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്.